ഹലോ യൂട്യൂബ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്തുള്ള വെള്ളരിമേട് വാട്ടർഫോൾസിലേക്കാണ്. പാലക്കാട് ജില്ലയുടെ മനോഹാരിത ഞാൻ പല വീഡിയോകളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. എങ്ങോട്ട് നോക്കിയാലും പ്രകൃതിയുടെ സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. എനിക്ക് കൂടുതൽ വർണ്ണിക്കാൻ അതിന് വാക്കുകളില്ല. കാരണം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കുക തന്നെ വേണം ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ചെറുതായിട്ട് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി വ്യൂ ആണ് നമ്മൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ആ ദൂരെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. സീതാർകുണ്ടിൻ്റെ താഴ്വശം, അതായത് നെല്ലിയാമ്പതിയുടെ മുകളിലുള്ള സീതാർകുണ്ട് എന്ന സ്ഥലത്തിൻ്റെ താഴ്വശമാണ് നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളോടുള്ള ഈ യാത്ര വേറെ ലെവലാണ്. എൻ്റെ കൂടെ ഇന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ജീപ്പിലാണ് പോകുന്നത്. ചങ്ങാതി നല്ല അടിപൊളിയായിട്ട് പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുക. ചെറിയ റോഡാണ്, പക്ഷേ പുള്ളിക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ. നമ്മൾക്കിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നേരിട്ട് വന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങോട്ട് നോക്കിയേ, മേഘങ്ങളെല്ലാം ഇങ്ങനെ മലനിരകളിൽ ഇങ്ങനെ തൊട്ടുരുമിക്കൊണ്ടാണ് പോകുന്നത്. കണ്ണിലായി കാണുമീ നമ്മിലെ മായയെ ഓരിതൾ പൂവു പോൽ വിരിയുവാൻ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, അതങ്ങ് ദൂരെ കാണുന്ന ആ വീട് കണ്ടോ? നാട്ടുമ്പുറത്തിൻ്റെ ഒരു എന്താ പറയുക, കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന പോലെ എന്ത് രസമാണ്. ആ ഫ്രെയിമൊക്കെ ഒന്ന് നോക്കിയേ, കിഡിലനായിട്ടുണ്ട്, അടിപൊളി. ഈ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്ന് നമ്മളൊരു തെങ്ങിൻതോപ്പിനകത്തോടെയൊക്കെയാണ് നമ്മൾ കയറി വരുന്നത്. ജീപ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെളിയൊക്കെ തെറിപ്പിച്ചിട്ടുള്ള യാത്രയാണ്. അപ്പം എന്തിനാണ് ഈ വഴികളെല്ലാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ ട്രാവൽ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് പിടിച്ച് വന്നാൽ മതി. ഒരുപാട് വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നും അല്ല. ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും വരാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കും തോറും എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു പെയിൻറ്റിങ് പോലെ ഉണ്ട്. ആക്ച്വലി ഒരു ക്യാൻവാസിൽ ഒരു പെയിൻറ്റിങ് ചെയ്ത പോലെയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. എത്ര മനോഹരമാണെന്ന് നോക്കണം. നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ പാലക്കാട് ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലം, എന്നാൽ അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവാം. കൂടുതലും യുവാക്കളായിരിക്കും ഇങ്ങോട്ട് വരിക. പക്ഷേ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് എത്ര നിന്ന് നോക്കിയാലും മതിവരാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയാണ്. ഇത് ഏകദേശം നെല്ലിയാമ്പതിയുടെ താഴ്വാരമായിട്ട് വരും. എന്തൊരു ഭംഗിയാണെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഈ മൺസൂൺ സീസണിൽ നമുക്ക് ഈ എപ്പോഴും ഈ ഹിൽ ഏരിയാസ് എല്ലാം ട്രാവൽ ചെയ്യണത് ഒരു പ്രത്യേക രസമാണ്. ഈ മഴ കഴിഞ്ഞിട്ടുള്ള ഈ കാലാവസ്ഥയും ഈ പച്ചപ്പും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ആ വാട്ടർഫോളിലേക്ക് നമുക്ക് കുറച്ച് നടന്ന് വേണം പോകാനായിട്ട്. അപ്പം കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്കിതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാം. ഇവിടെ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല. കുറച്ച് വീടുകളൊക്കെ അപ്പുറത്തായിട്ടുണ്ട്. അവിടെ കൃഷി സ്ഥലങ്ങളാണ്. തെങ്ങുംതോപ്പുണ്ട്. അതേപോലെ തന്നെ പല പച്ചക്കറി കൃഷികളെല്ലാം നടത്തുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ച, നമ്മളിവിടെ വന്നത് ഭയങ്കര വേർത്തായിട്ട് വേണം പറയാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൺസൂൺ സീസണിൽ നമുക്കറിയാം, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏത് ഹിൽ സ്റ്റേഷനിലേക്ക് പോയാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അവിടുത്തെ കാഴ്ചകൾ, ഈ കോടമഞ്ഞ് ഇറങ്ങുന്നതും വാട്ടർഫോൾസും ഈ പച്ചപ്പും എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ നമ്മൾക്ക് ഇന്ന് ഈ വെള്ളരിമേടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് കുറച്ച് ട്രക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം ആ വാട്ടർഫോൾസിലേക്ക് എത്താൻ. നടന്ന് ഏകദേശം ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാം.
ഭയങ്കര രസമുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. നമ്മുടെ കയ്യിൽ റെയിൻകോട്ട് എടുത്തിട്ടില്ല, എന്തായാലും നനയാൻ തീരുമാനിച്ചിട്ടാണ് വന്നേ. ഇവിടെ ഒരു അരുവിയുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കേട്ട സൗണ്ട് ഈ അരുവിയുടെ ആയിരുന്നു. നമുക്കിവിടെ പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു ധാരണ വെച്ചങ്ങ് കയറിപ്പോവാണ്. വേറെ ആൾക്കാരോ ഒന്നും ഇന്ന് വന്നിട്ടില്ല. സാധാരണ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വരുന്നതാണ്. നമ്മൾ നടന്ന് ഏകദേശം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. അപ്പോൾ എന്താണേലും ഇവിടെ കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർഫോൾസിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു. രണ്ട് സൈഡും ചെറിയ വാട്ടർഫോൾസാണ്. അപ്പുറത്തെ സൈഡ് കുറച്ച് വലിയ ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡ് ഒരു കുഞ്ഞരുവിയാണ്. പക്ഷെ എന്താണെങ്കിൽ ഭയങ്കര രസം കേട്ടോ. ഒരു നല്ലൊരു മഴയ്ക്കുള്ളൊരു കോളും കൂടെ ഉണ്ട്. എന്താണെങ്കിൽ നനയാന്നുള്ള മട്ടിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാടിൻ്റെ ഭംഗി എപ്പോഴും ഒന്ന് വേറെ തന്നെയാണ്. ഓരോ കാടിനും ഓരോ ഭംഗിയാണെന്ന് പറയില്ലേ, അതുപോലെ ഈ കാടിനും അതിൻ്റേതായിട്ടൊരു ഭംഗിയാണ്. കുറച്ച് ദൂരമായി നടക്കണോ, ചെറുതായിട്ട് നടന്നൊന്ന് ക്ഷീണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും വരുന്നവരെ കുറച്ചൊന്ന് സൂക്ഷിച്ച് നടക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈഡിലോട്ട് കാല് തെറ്റിക്കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിരിക്കുക. ഇവിടെ വേറെ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് ചെറിയൊരു പേടി ഉള്ളിലുണ്ട്. കാരണം കുറച്ച് നമ്മൾ അകത്തോട്ട് വന്നു. ഈ മഴയായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊരു വെളിച്ചം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാടിനകത്തേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ഇരുട്ടും മൊത്തത്തിലുള്ള നിശബ്ദതയെല്ലാം കൂടെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം നടന്ന് കാട് കയറി മുകളിലേക്ക് വന്നു. അപ്പോൾ നടന്ന് വന്നതൊന്നും വെറുതെ ആയില്ല. ഈ വെള്ളരിപ്പാറ വാട്ടർഫോൾ നമ്മൾ എത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇവിടെ കണ്ടു നോക്കാം. Oh my God! ഇതാണ് നമ്മുടെ വാട്ടർഫോൾ. ഇവിടെ അത്യാവശ്യം നനയാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. വലിയ റിസ്ക്കൊന്നും അല്ല. അതിൻ്റെ താഴോട്ട് ഇറങ്ങാതിരുന്നാൽ മാത്രം മതി. എന്നാലും നനയാൻ ഉറപ്പിച്ച് വന്നാൽ നമ്മൾ എന്താണെങ്കിലും നനഞ്ഞിട്ട് പോകുന്നുള്ളതെന്ന് അറിയില്ല. നല്ല ഷവറാണ്. നല്ല മുന്നിട്ട് വീഴുന്ന അടിപൊളി ഷവറാണ്. ഇങ്ങനെ മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. പറഞ്ഞ പുതിയ സുഹൃത്തുക്കളെല്ലാം പരിചയപ്പെട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ വെള്ളരിമേട്ടിലെ വാട്ടർഫോളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. ഇവരൊക്കെയാണ് പുതിയ സുഹൃത്തുക്കൾ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അസ്സാം.